ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് നൈറ്റ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ സ്റ്റക്കായി പോയി എന്നാണ്. ചില അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റക്കായി പോകും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റൂല. അപ്പോൾ ഇതിൽ അത്തരത്തിൽ നിങ്ങൾ സ്റ്റക്കായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ സ്റ്റക്കായിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ വിചാരിച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ മാറി നിങ്ങൾക്ക് മൂവ്മെൻ്റ് ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നാണ് ഇതിൽ കാണുന്നത്. ചിലപ്പോൾ ഒരു ട്രാവൽ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ പൈസയൊക്കെ തരാനുള്ള ആ ഒരു കാര്യം അതിപ്പോൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പവർ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്ലോക്കേജസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഡെത്ത് കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. പുതിയൊരു ജന്മമെടുത്ത് നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അതെല്ലാം മാറി നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം നിങ്ങളിൽ എത്തുന്ന ഒരു എനർജി തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു എൻഡിങ് ആണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു ഡെത്ത് എന്ന് പറയുന്നത് ഒരു എൻഡിങ്ങും ഒരു പുതിയ തുടക്കവും ഒക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു ലൈഫ് സർക്കിൾ ഇവിടെ എൻഡായി ഒരു പുതിയ തുടക്കം, അങ്ങനെയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പല കാര്യങ്ങളും വയ്ക്കുക. അതുപോലെ തന്നെ എന്ത് വന്നാലും നിങ്ങൾ ഓവറായിട്ട് സംസാരിക്കാതിരിക്കുക. നിങ്ങൾ ക്ഷമയോടെ ഒന്ന് ഈ ഒരു സമയം സംസാരിക്കുക എന്നാണ്. പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിലൊരു ട്രാപ്പിലൊക്കെ പെട്ടുപോയ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്ത എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടുപോയിരുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനുള്ളൊരു ഗൈഡൻസ് ഇവിടെ കിട്ടുന്നതുമാവാം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു സാഹചര്യം ഒരുക്കുന്നതുമാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ്. അതായത് നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി പോകേണ്ട ഒരു സമയമാണെന്നുള്ള ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതും എന്നാണ്. അപ്പോൾ നിങ്ങളുടെ തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾ ട്രാപ്പിൽ പെട്ടുപോയത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ പ്രയത്നിച്ചിട്ടുണ്ടായിരിക്കാം. കുറേ ആൾക്കാർക്ക് ഇത് റിലേഷൻഷിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാകാം, അതുപോലെ തന്നെ നിങ്ങൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാവാം,
അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ചിലപ്പോൾ സാധിക്കുന്നില്ലായിരിക്കാം. എന്നാൽ ഈ ഒരു സമയം നിങ്ങളത് തിരിച്ചറിഞ്ഞ് പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ഇവിടെ ഒരു ബ്ലെസ്സിങ്സ് വരുന്ന കൂടിയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിതൃക്കൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്നതും ആവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രാപ്പിലൊക്കെ പെട്ടുപോയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനൊക്കെ ഇവിടെ എൻഡ് ആകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മറ്റൊരു പുതിയ തുടക്കം നിങ്ങളെ ഇവിടെ തേടിയെത്തുന്നുണ്ട്. പിന്നെ ഇവിടെ 9 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. അതായത് ഉറക്കം നഷ്ടപ്പെടുന്ന തരത്തിൽ നിങ്ങളെ നെഗറ്റീവ് തോട്ട്സ് ഇവിടെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർ ഇതിലൊരു ദുസ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ ശരിക്കും വിഷമത്തിലായിരിക്കാം ചിലപ്പോൾ ഇന്നലെ കിടന്നുറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളിവിടെ ഓവർ തിങ്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 1-2 ദിവസത്തിന് മുന്നെയോ അല്ലെങ്കിൽ ഈ ഒരു സമയത്താണെങ്കിൽ പോലും നിങ്ങളിവിടെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടതുമാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും നെഗറ്റീവ് വരുന്നതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ചിന്തിക്കുന്നതുമാവാം. അപ്പോൾ ഈ ഒരു ഓവർ തിങ്കിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഉറക്കത്തിലൊക്കെ ഇങ്ങനെ ദുസ്വപ്നം കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ തന്നെ ചിന്തകളാണ് ഈ ഉറക്കത്തിൽ ദുസ്വപ്നമായിട്ട് വരുന്നതെന്നാണ്. അതുപോലെ തന്നെ ഇതിൽ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ചിന്തിച്ച് ആശങ്കപ്പെടുന്നവരുടെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ പൂർണ്ണമായും നിങ്ങൾ കളയാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഹീൽ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു 9 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് പെയിൻഫുള്ളായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ അത് സ്റ്റോപ്പായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിനുള്ള ഫലം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതായത് പാസ്റ്റിൽ നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കുന്ന ഒരു വ്യക്തിയാകാം. അതായത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയം അനുകൂലമാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ അതൊക്കെ പല വഴികളിലൂടെ തിരികെ നിങ്ങളിലേക്ക് എത്തുമെന്നാണ് ഇതിൽ കാണുന്നത്. ചിലപ്പോൾ നിങ്ങളെ സഹായിച്ച വ്യക്തിയാകണമെന്നില്ല തിരിച്ച് നിങ്ങളെ സഹായിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ദൈവം മറ്റു ചിലരെ നിയോഗിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ അവിടെ പല ആൾക്കാരും വരും നിങ്ങളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ. അതുപോലെ പൈസക്കൊക്കെ വിഷമിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെ കിട്ടുമെന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് ഇവിടെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ വേറെ ഏതൊക്കെയോ വഴികളിലൂടെ നിങ്ങളിലേക്ക് ഒരു സഹായം എത്തുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുക. ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തെന്നാൽ നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം കിട്ടിത്തുടങ്ങി എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് ഇത്. അപ്പോൾ അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ മറ്റുള്ളവരുടെ ഒരു സഹായം ആവശ്യമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ആളുകളെ ദൈവം നിയോഗിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇത് ഒരു പുതിയ തുടക്കമാണ്. ഒരു സാധ്യത നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇത്. അപ്പോൾ ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കാം ഇത്. അപ്പോൾ ആ ഒരു കാര്യം ഈ സമയം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഒരു സക്സസ് ആണ്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കിട്ടിയ ഒരു സക്സസ് ഈ സമയം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായ ആ സാഹചര്യത്തിൽ നിന്നും ഒരു അധികാരത്തിൻ്റെ കസേരയിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടിന് ഒരു ഫലമുണ്ടാകുന്നു എന്നാണ്.
ചില ആൾക്കാർക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരു ഡിവൈൻ പവർ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ബ്രില്യൻ്റ് ഐഡിയ നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. പിന്നെ ക്ലിയർ വിഷനാണ്. പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഒരു ചീറ്റിംഗ് ഒക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറയാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും വിശ്വസിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. ഇപ്പോൾ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും വരുമ്പോഴും നിങ്ങൾ ഏറ്റവും നല്ലതായിട്ട് നിൽക്കുന്നത് കാണുമ്പോഴും ഒരു അസൂയ ഉണ്ടായിരിക്കാം മറ്റുള്ളവർക്ക്. അപ്പോൾ അത്തരത്തിലൊരു കുത്തുവാക്ക് അത് നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ചെറിയ പണി കിട്ടണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാമെന്നാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഈ സമയം നിങ്ങൾ ആരുമായിട്ടും ആവശ്യമില്ലാത്ത ഒരു വാക്ക് തർക്കത്തിന് പോകാതിരിക്കുക. ഇപ്പോൾ അവരെന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാനായിട്ട് കാത്തിരിക്കുന്നവരാകാം. നിങ്ങൾ ഒന്ന് പരാജയപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പരാജയപ്പെട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ചിലർക്കിവിടെ അസൂയ ഉണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നതോ, അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പൈസയുള്ളതാവാം. അപ്പോൾ ഇതൊക്കെ മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു അസൂയ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. നമുക്കില്ലാത്ത ഒരു കാര്യം മറ്റുള്ളവർക്കുള്ളത് കാണുമ്പോൾ അതിൻ്റേതായ ഒരു ജലസി വന്നേക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടിയത് നമ്മൾ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക ഈ ഒരു സമയം. കാരണം അവർക്ക് കൂടുതൽ അവരുടെ മനസ്സിൽ ഇത് പകയുണ്ടാക്കാൻ കാരണമുണ്ടാക്കും. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരാളിൻ്റെ നെഗറ്റീവ് എനർജി നിങ്ങൾ എടുക്കാതിരിക്കാൻ ഈ ഒരു സമയം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് മറ്റുള്ളവരെ കളിയാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊരു വാക്ക് തർക്കത്തിന് പോലും ഈ ഒരു സമയം പോകാതിരിക്കാൻ നിങ്ങളിവിടെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ പ്രതിബന്ധങ്ങളെയൊക്കെ മാറ്റി നിങ്ങൾ വളരെ സ്പീഡിൽ ഇവിടെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഒക്കെ ആളുകളുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിലെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് അതൊക്കെ ഇല്ലാതാക്കി നിങ്ങൾ ജയിക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഇവിടെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് വളരെ സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സമയത്തെ നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത്, അതായത് വളരെ സ്പീഡിലുള്ളൊരു എനർജിയാണ്. നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഈ സമയം ഇരിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, ബുദ്ധിപൂർവമായ തീരുമാനങ്ങളെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ സമയം കുറച്ച് ചലഞ്ചസ് ഒക്കെ ഒന്ന് ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു തവണ കൂടി ഒന്ന് നിങ്ങൾ ആലോചിക്കുക. അതായത് നിങ്ങൾ എടുത്ത ആ ഒരു തീരുമാനം ശരിയാണോ എന്നൊന്നുകൂടി നിങ്ങൾ ഒന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എടുത്തു ചാടി ഒരു കാര്യങ്ങളും ഈ സമയം നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും സ്പീഡ് കൂടുതലായിരിക്കും. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ഊർജം നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആക്ഷൻ എടുക്കാനുള്ളൊരു മെസ്സേജ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യണം, ഇങ്ങനെ മടിപിടിച്ചിരുന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടായിരിക്കാം. നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അത് ചിലപ്പോൾ നാളെ ആവട്ടെ എന്ന് കരുതി മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളും ആവാം. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് തീർക്കാൻ ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഈ സമയം നിങ്ങൾ എടുക്കുന്നതുമാവാം. മാത്രമല്ല, ഇതിൽ ചില ആൾക്കാർക്ക് ഒരു ട്രാവൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി
എൻജോയ് ചെയ്തു പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ചാരിയറ്റിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ വളരെ സ്പീഡിലുള്ളൊരു ഗ്രോത്താണ് പല കാര്യങ്ങൾക്കും. നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നേരത്തെ പല കാര്യങ്ങളും ചിലപ്പോൾ ആലോചിച്ച് മാത്രം വെച്ചിരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് സഡൻ ആയിട്ടുള്ളൊരു ആക്ഷൻ എടുത്ത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾ എവിടെയെങ്കിലും പോകണമെന്നൊക്കെ വിചാരിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് യാത്ര ചെയ്തു പോകും. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു യാത്ര ചെയ്യുന്നു എന്നാണ് ഇതിലും കാണാൻ കഴിയുന്നത്. അപ്പോൾ നേരത്തെ നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല, അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നടക്കാത്ത പല കാര്യങ്ങളും പെട്ടെന്ന് സാധിച്ചു എന്ന് വരാം ഈ ഒരു സമയം. ചിലപ്പോൾ നിങ്ങൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ ട്രാവൽ ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം കൂടുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത സാഹചര്യങ്ങളെ നിങ്ങളുടെ കൺട്രോളിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ സ്നേഹത്തിൻ്റെ ആ ഒരു എനർജിയിലായിരിക്കുമെന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരെ കൂടി ഹീല് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വളരെ കാം എനർജിയിലാണ് നിങ്ങളെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൂളായിട്ട്, അതായത് ക്വേറ്റായിട്ട് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് ഹീല് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു എനർജിയാണ്. പക്ഷേ നമ്മളൊന്ന് ഓർക്കുക, നമുക്ക് വേണ്ടിയിട്ട് കൂടി ജീവിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ പാടെ നിങ്ങൾ മറന്നു കളയാതിരിക്കുക. നമ്മൾ മറ്റുള്ളവരെ ഹീല് ചെയ്യുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം, അതായത് ഈ ഒരു പ്രൊട്ടക്ഷനും ഹീലിങ്ങും സ്നേഹവും അതെല്ലാം നമുക്കും കൂടി ഒന്ന് കൊടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊരു മോട്ടിവേഷനൊക്കെ ചിലപ്പോൾ സ്വീകരിക്കുന്നതുമാവാം. മാത്രമല്ല ഇവിടെ പുതിയൊരു ലവ് ഓഫർ നിങ്ങൾക്ക് വരുമെന്നും കാണുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ക്ഷീണവും തളർച്ചയും ഒക്കെയുള്ള ആൾക്കാർ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ മാറി നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഇവിടെ ഇരിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല മറ്റുള്ളവരോട് സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടി നിങ്ങൾക്ക് പെരുമാറാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളെ കൂടി ഒന്ന് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണെന്നും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ന്യൂനതകൾ എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് തന്നെ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ തീർച്ചയായിട്ടും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ ഈ സമയത്ത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ തീരുമാനമെടുത്താലും നമ്മൾ മറ്റാൾക്കാരെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ചിന്ത ഈ സമയം നിങ്ങൾക്കുണ്ട്. എപ്പോഴും നമ്മൾ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ പാസ്റ്റിൽ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നിരിക്കാം. അതായത് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അവർക്ക് വിഷമമാകുമോ, അവരെന്തായിരിക്കും എന്നെപ്പറ്റി ചിന്തിക്കുന്നത്, അങ്ങനെയൊക്കെ വിചാരിച്ച് പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം ഇനി നിങ്ങളതൊന്നും മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കിവിടെ വരുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒരു 100 പ്രാവശ്യം ചിന്തിക്കും. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. ഇപ്പോൾ ക്ലിയർ ആണ് നിങ്ങളുടെ ആ ഒരു വിഷൻ. നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഈ ഒരു സമയം ഇല്ല എന്നുള്ളതാണ്.
പിന്നെ കുറേ ആൾക്കാർക്ക് ഒരു പ്രമോഷൻ പോലെ, അതായത് മറ്റാൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം ആ ഒരു കാര്യത്തിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് എന്നാണ്. കാരണം ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പം നിങ്ങളൊരു അധികാരത്തിലൊക്കെ ഏറിയിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു കിങ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളൊക്കെ ഒന്ന് മാറി, നിങ്ങളുടെ കഷ്ടപ്പാടിനൊക്കെ ഫലം കിട്ടി, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഇവിടെ മൂല്യം ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ പല സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ആളായി കഴിഞ്ഞു എന്നൊരു തോന്നലൊക്കെ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ പാസ്റ്റിലെ ആ ഒരു പാറ്റേൺ എല്ലാം ബ്രേക്ക് ചെയ്ത് നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. അതിപ്പോൾ ഇമോഷണൽ ആയാലും ശരി, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും ശരി, എല്ലാം വിവേകപൂർണമായ തീരുമാനങ്ങൾ ആയിരിക്കും നിങ്ങൾ എടുക്കുന്നതെന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ തീരുമാനം എടുക്കുന്നത് മാത്രമല്ല, അത്തരത്തിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാനും പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം നിങ്ങൾ ചെയ്യും, വേണ്ടാത്ത കാര്യങ്ങൾ വിട്ടുകളയും. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടാതിരിക്കുക. അതായത് നിങ്ങളൊരു ബൗണ്ടറി ഇവിടെ സെറ്റ് ചെയ്ത് ഇരിക്കണം എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ദേഷ്യമായാലും മറ്റൊരാളോടുള്ള അറ്റാച്ച്മെൻ്റ് ആയാലും അതെല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കും. അപ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളായി മാറുന്ന ഒരു സമയത്ത് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ഇനി നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. ചിലപ്പോൾ മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിച്ചിരുന്ന ആളുകൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിവിടെ ഹാർഡ് വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ ആകർഷിക്കും തരത്തിലുള്ളൊരു എനർജിയിലേക്ക് നിങ്ങളിവിടെ മാറുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഹാർഡ് വർക്കാണ്. കുറച്ചുകൂടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്ത ആൾക്കാർ ഈ ഒരു സമയം നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ പൂർത്തിയാക്കാതെ വെച്ചിട്ടുള്ളത്, അത് പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് പകുതി വഴിക്ക് നിർത്തിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പൂർത്തീകരിക്കാത്ത കർമ്മങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ പൂർത്തീകരിക്കണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല ഇതിൽ കുറേയധികം ആളുകളും ബിസി ആയിരിക്കുന്ന ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒക്കെ ഇരുന്ന് നിങ്ങൾ ചെയ്യേണ്ട ജോലികളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം ഒരു അബണ്ടൻസ് വരുന്ന ഒരു സമയമാണ്. പൈസ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. ഒരു പുതിയ പ്രോജക്റ്റ് ഒക്കെ നിങ്ങൾ തുടങ്ങി അത് വലിയൊരു സക്സസിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ വീടോ വാഹനമോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ സമയം നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ഇടുകയോ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ വീടിനകത്ത് തന്നെ ഇരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വരുമാനം വേണമെന്ന് ആഗ്രഹിച്ച് അവിടെ നിന്നും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി നിങ്ങൾ പല കാര്യങ്ങളും ഇവിടെ പുതിയതായിട്ട് തുടങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗുഡ് ഫോർച്യൂണാണ്. ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാണ് എന്നാണ്. ഒരു നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയും ഉണ്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വീടോ വാഹനമോ അങ്ങനെയൊക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ ചില ആൾക്കാർ ഒന്നിലധികം ആളുകൾ ചെയ്യേണ്ട ജോലി ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായമൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അതിലൊരു സക്സസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതുകണ്ട് മറ്റുള്ളവർ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ട് എന്ന് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ സൃഷ്ടികൾക്ക് രൂപം കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടേതായ ക്രിയേറ്റീവ് കഴിവ് ഉപയോഗിച്ച് പുതിയൊരു കാര്യത്തിന് ഇവിടെ തുടക്കം കുറിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നും നിങ്ങൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച്. അത്തരത്തിൽ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.